കേന്ദ്ര സർക്കാർ ബാങ്കുകൾ വഴി നടപ്പാക്കുന്ന ഇൻഷുറൻസ് പോളിസികളുടെ സർട്ടിഫിക്കറ്റുകളോ നമ്പറുകളോ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം. ബാങ്കുകൾ വഴി പ്രീമിയം അടയ്ക്കുന്ന മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. 18 വയസ്സ് മുതൽ 50 വയസ്സുവരെ പ്രായമുള്ള സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കായി 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ജീവൻ ജ്യോതി ഭീമ യോജന. വാർഷിക പ്രീമിയം 436 രൂപ മാത്രം. 18 മുതൽ 70 വരെ പ്രായമുള്ളവർക്ക് പ്രതിവർഷം 20 രൂപ നിരക്കിൽ 2 ലക്ഷം രൂപയുടെ അപകട മരണ പൂർണ്ണ വൈകല്യ പരിരക്ഷയും 1 ലക്ഷം രൂപയുടെ ഭാഗിക വൈകല്യ പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് സുരക്ഷാ ബീമ യോജന. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾക്കാണ് സർട്ടിഫിക്കറ്റുകളും പോളിസി നമ്പറും ഉപഭോക്താക്കൾക്ക് ലഭിക്കാത്തത്. ഇത്തരം പോളിസി രേഖകൾ ലഭിക്കാത്തതോടെ അപകടമോ മരണമോ സംഭവിക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് ആനുകൂല്യങ്ങൾ വൈകാൻ കാരണമാകുന്നു എന്നാണ് പരാതി. സാധാരണക്കാർക്ക് ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാൻ പരാതി പരിഹാര സെല്ലിനെ സമീപിച്ചതിനാൽ മാത്രമാണ് രേഖകൾ ലഭിച്ചതെന്ന് പൊതുപ്രവർത്തകൻ സിനു ജോസ് പറയുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി പോളിസി എടുക്കുകയും ആ പോളിസിയുടെ മറ്റ് കാര്യങ്ങൾ ഒരിടത്തും രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്ന നോമിനിക്കോ ഈ പോളിസിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമല്ല എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ഇതൊരു ഡോക്യുമെന്റ് രൂപത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആകുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഉപകാരപ്രദമായിരിക്കും. ഇത്തരം കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളിൽ സാധാരണ തൊഴിലാളികളും നിർധയരായ ആളുകളുമാണ് അധികമായി ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലായ ജനസുരക്ഷാ പോർട്ടൽ വഴി പരാതിപ്പെടുന്നവർക്ക് മാത്രമാണ് പോളിസി നമ്പറും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള രേഖകളും ലഭിക്കുന്നത് എന്നും ആക്ഷേപമുയരുന്നുണ്ട്. ചില ബാങ്കുകളിലെങ്കിലും ആളുകൾ സമീപിക്കുമ്പോൾ പറയുന്നത് പോളിസി പാസ്ബുക്കുമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ നിയമപരമായി പാസ്ബുക്ക് ഒരു ഇൻഷുറൻസ് ഡോക്യുമെൻ്റ് അല്ല എന്നിരിക്കെ പോളിസി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഷുറൻസ് ആണ് സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു ഇൻഷുറൻസ് ഡോക്യുമെൻ്റ് എന്നിരിക്കെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് മറ്റേത് രേഖകളും പോലെ ഇപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, റെയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉടനടി ലഭിക്കുന്ന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പോലെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ബാങ്കുകൾ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളിൽ അലംഭാവം കാട്ടരുതെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. നിർധനരായവർക്ക് ഉൾപ്പെടെ ആവശ്യ സമയത്ത് ആനുകൂല്യം ലഭിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് പദ്ധതികൾ എങ്കിലും അവ സമയത്ത് സാധ്യമാകുന്നില്ലെന്നതാണ് ആക്ഷേപം. ന്യൂസ് മലയാളം, ഇടുക്കി.